ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തു വെക്കാം. ഇതിപ്പോൾ ഒരു അര കിലോ ചിക്കൻ ഉണ്ടാകും. ഇതിലേക്ക് ഞാനെല്ലാം ഇട്ട് പോയി പൊടികളൊക്കെ. ഇതിൽ വേണ്ടുന്നത് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി. ചിക്കൻ മസാലപ്പൊടി കുറച്ച് ജാസ്തി ഇടണം. ഇത് നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. നല്ലോണം കഴുകിയെടുത്ത ചിക്കനാണ്. ചിക്കനിലേക്ക് മസാല നന്നായി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. അത് കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ. ഒരമണിക്കൂർ അതങ്ങനെ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ തയ്യാറാക്കാം. അതിന് വേണ്ടുന്നത് ഉള്ളി, 4 സവാള, 2 മീഡിയം സൈസ് തക്കാളി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വേണ്ടുന്നത് മല്ലിച്ചപ്പ്. ഇതൊക്കെ നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് വയ്ക്കാം. അടുപ്പത്തൊരു കുക്കർ എടുത്ത് വെക്കുക. അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഓയിലാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് അതും ഉപയോഗിച്ച് കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ച സവാള എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് കുറച്ച് വഴറ്റുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് മിക്സ് ആക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ച അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ച പച്ചമസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം മാറ്റി വെച്ച ചിക്കനും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഗ്രേവി തിക്കായിട്ട് വേണ്ടുന്നവർ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. കാരണം ഉള്ളിൽ നിന്നും ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ അതിനകത്ത് വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കറിന് മൂടിയിട്ട് കൊടുക്കാം. ഒരു 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യണം. എൻ്റെ കുക്കറിൽ 3 വിസിലാണ് ചിക്കൻ്റെ വേവ്. ഓരോരുത്തരുടെയും വേവ് അനുസരിച്ചിട്ട് എത്ര വിസിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വിസിൽ ഊതുക. അവസാനം കുറച്ച് മല്ലിച്ചപ്പും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറടച്ച് എന്നെ വിസിൽ വരുന്നവരെ നിൽക്കാം. അങ്ങനെ വിസിലെല്ലാം ഊതി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നന്നായി കുറച്ചൊരു ലൂസായ പോലെ വന്നിട്ടില്ലേ. ഇതിലും തിക്ക് വേണ്ടുന്നവർ തീരെ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ടെന്നാലും മതി കേട്ടോ. നല്ല സ്വാദിഷ്ടമായ ചിക്കൻ കറി തന്നെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.